ഓർമ്മകളുണരുന്നു, മനമുരുകുന്നു. പ്രിയനേ നീ ഇന്നു വരും, നീയലായി ഞാൻ കൂടെ വരാം. ഇനം മഞ്ഞിൻ കാറ്റായി തൂകാമോ, നിലാവേ മായുമോ. ഇളന്തേൻ തെന്നലായി നിലാവും നോവുമോ. തലോടും കാറ്റുമീ ചെഞ്ചുണ്ടിൽ 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 താനേ. ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഓളൊരു വലിയ പാട്ട്. ഞാൻ നാളെ ടീച്ചർ പഠിച്ചരാൻ പറഞ്ഞിരുന്നു. പഠിച്ചുമ്പോൾ ഓളിന്റെ മുമ്പിൽ വന്നിട്ട് തിരിച്ച് അഴിച്ച് പാട്ടുപാടുക. ആ ഇതിനെ തൊടാൻ എന്തൊരു സോഫ്റ്റാ. ചേച്ചി ഒന്നാടെ നിന്നെ. എന്താടി, എന്താ കാര്യം? നിനക്കൊരു കാര്യം അറിയാണ്ടാവില്ല. നിന്റെ കയ്യിലിരിക്കുന്നത് എന്റെ പാണ്ടക്കുട്ടിയാട്ടോ. ആ എടുക്കണ്ടതാണ് വെച്ചേക്ക്, എന്റേതാണ്. അതെങ്ങനെ ശരിയാവും? ഇതിന്റെ മിട്ടുപോയിന്റെ എടുക്കല്ലേ? അത് എന്നത്തെ കാലത്ത് എടുത്ത അപ്പടുത്തൊന്നും ഞാൻ എന്റെ എടുത്തിട്ട് തന്നെ അല്ല. ഇന്റെതായാലും അവിടെ ഒക്കെ. ഇതെന്തായാലും നമുക്ക് തരൂല. അതെന്തായാലും നിന്റെ റൂമിൽ വെക്കും. ഇതിൽ പലയിട്ട ലൈറ്റ് ഇല്ലേ, അതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഉറങ്ങാൻ. ചേച്ചിനെ ഇപ്പൊ പണക്കാതിരിക്കാൻ നല്ലത്, അല്ലെങ്കിൽ അതുകൊണ്ട് പോയിട്ട് ഞാൻ കയറി കൊണ്ടുവരും. ചേച്ചിനൊന്ന് സോപ്പിട്ടിട്ടായി കഴിക്കലാക്കണം. ചേച്ചി ഇനിയെന്താ നിനക്ക് വേണ്ടി? ഇനി ചൂടാനാണോ? അതൊന്നല്ല, ഇങ്ങ് വാ. എന്താ പറ? ഇങ്ങോട്ട് ഇരിക്കുക, ഞാൻ കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാന്ന്? ആ പാണ്ടിലൊന്ന് താൻ ഞാൻ കാണിച്ചു തരാം ലൈറ്റ് എത്തണത്. നീ മേടിക്കാനാ കാറില്ലേ? അല്ല ചേച്ചി, ഞാൻ കാണിച്ചു തരാം എങ്ങനെ ലൈറ്റ് എത്താന്ന്. എന്നാ ഇതിന്റെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്, അമ്മ നിൽക്കാല്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ലൈറ്റ് എത്തും. ആഹാ, ഇത് കൊള്ളാലോ. അപ്പൊ ലൈറ്റ് ഒക്കെ ഓഫാക്കി ഈ കളറാവില്ല റൂം മൊത്തം. ആ നല്ല രസക്കാരം. ഇനി വേറെ കളർ കാണിച്ചു തരാം. ഇതാ വേറെ കളറ്. വാവ്, നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഇനിയും കളർ ഉണ്ടാവില്ലേ? ഒന്ന് കാണിച്ചു തന്നെ. എന്നിട്ടാ കാണിച്ചാ. ഇനി എന്റെ മോൾ പോയിട്ട് പണി നോക്കിട്ടോ. അതിന്റെ സാധനമാണ്, ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ സോപ്പിട്ടീന്ന് കേട്ടോ. നീ ജിന്നോട് എന്തെങ്കിലും ചോദിച്ചു കേട്ടോ. അന്റെ മിട്ടുപോയാലും അവിടെ ഇരിക്കണോ, അതിനെ പോയിട്ടോ. കൊടുക്കണ്ടില്ല. ഇത് നോക്കട്ടെ, അന്തിനെക്കാട്ടിലും ക്യൂട്ടാണിത്. അതിന് ഞാൻ എന്നോട് ചോദിച്ചോ? ശരിയാലേ, ഓളതും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്നാ കുറച്ചു നേരം അത് എനിക്ക് തരുമോ? ഞാൻ അനക്ക് ഇതേ തരാം. വേണ്ടട്ടോ വേണ്ടട്ടോ മോളെ, ഇതന്നെ എനിക്ക് മതി. ഒന്ന് താടി ചേച്ചി. തരൂലാന്ന് പറഞ്ഞില്ലേ, ഞാൻ എടുത്തപ്പോ എന്തൊക്കെയായിരുന്നു. നീ സാധനത്ത് തൊടരുത്. പിന്നെ ഞാൻ എനിക്ക് കിട്ടുന്നിടത്താണ് ഞാൻ എടുക്കും. കാണാം കാണാം. അപ്പൊ ഗൈസ്, നിങ്ങൾക്കും ഇതുപോലത്തെ ക്യൂട്ട് സാധനങ്ങളാണെങ്കിൽ ഞാനിവിടെ അടിയിൽ ലിങ്ക് കൊടുത്തേക്കാം. ഞങ്ങളുടെ കയ്യിലുള്ള ഈ രണ്ട് ക്യൂട്ടായ സാധനങ്ങൾ നിങ്ങൾക്ക് മേടിക്കാം. ഐറ്റം പക്ക ക്യൂട്ടാണ്. ഇതിൽ ഏതുതരം ലൈറ്റ് ഉണ്ടല്ലേ ശിവ? നിന്റെ ലൈറ്റ് അല്ലേ ഉള്ളൂ, എന്തെങ്കിലും ഉണ്ടോ വേറെ ഐറ്റംസ്? ചുമ്മാ പറയാനൊന്ന് കാണിച്ചെന്നാ. ഞാൻ നോക്കിക്കോ. ആദ്യം ഇങ്ങനത്തെ സാധനമൊക്കെ കേട്ടോ. ഇതെന്താ സ്ട്രോബെറിയോ? ഇനി കണ്ടോ, ഐറ്റം വരുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഇങ്ങനെ തുറക്കും. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സാധനം കിട്ടും. ഇതിന്റെ ഉള്ളിലാണ് റാബിറ്റ്, സ്ട്രോബെറിന്റെ ഉള്ളില്. ഇതിലിങ്ങനെ ഉണ്ടായിരുന്നോ? ഇനി ഒന്നുകൂടി ഉണ്ട് മോളെ, ഇങ്ങോട്ട് നോക്ക്. ഇനി ഇതിന്റെ സ്ട്രോബെറിന്റെ അതിലില്ലേ മോളിക്കാക്കി കഴിഞ്ഞാൽ വേറെ ഐറ്റം കാണാം. ഒലക്കെ കരഞ്ഞ ഒന്നും ഉണ്ടാവില്ല. ഇത് നോക്കിക്കോ. ഇപ്പൊ നോക്കിക്കോ, സ്ട്രോബെറിയുടെ കാണില്ലല്ലോ. ഇപ്പൊ ശരിക്കുള്ള റാബിറ്റ് ആയില്ലേ? ഇതിങ്ങനെയൊക്കെ ആവുമായിരുന്നോ? ഞാൻ ഇപ്പൊ അതൊക്കെ അറിയണ. കണ്ടില്ലേ ഇത് എന്തെന്നെ പറ്റി വിചാരിച്ച്? എന്റെ മാത്രമുള്ള രസമെന്നോ? എന്റെ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ കുറച്ചു നേരം. എനിക്കൊന്ന് താ ചേച്ചി. എന്റെ മോളെ പോയിട്ട് പണി നോക്കിട്ടോ. ഞാൻ പോണു. നശിപ്പിച്ചോണ്ട് കയ്യിലെടുക്കാൻ പോലും ചേച്ചി തന്നില്ല. ഇതേതായാലും ഇവിടെ ഇരിക്കട്ടെ, ചേച്ചിയുടെ വിട്ടാ നോക്കാം. ഇവിടെ ഇരുന്നിട്ട് പാലക്കുട്ടിയെ ചേച്ചി പോയിട്ട് ഇപ്പൊ വരാം. ഇനി അവളൊന്നും ഇതിന് വരട്ടെ, ഞാൻ കൊടുക്കൂല. ഉറക്കം വരുന്നുണ്ടോന്ന് ഉറങ്ങട്ടെ. അല്ലെ വേണ്ട, അവള് വന്നിട്ട് എടുത്താലോ. കൈ പിടിച്ചിരുന്നിട്ട് ഉറങ്ങാം. ഇതന്നെ പറ്റിയ അവസരം. പോയിട്ട് ചേച്ചി കാണാതെ ഇരിക്കാം. അങ്ങനെ രക്ഷപ്പെട്ടെ. എന്റെ കയ്യിലുണ്ടായിരുന്നതോ? ആ പാറ എടുത്തോണ്ടിട്ടുണ്ടാവും. അമ്മേ അമ്മേ, എന്താടി, എന്തിനങ്ങനെ കാരണേ? ഒരു പണി എടുക്കാൻ സമ്മതിക്കരുത് കേട്ടോ. അപ്പത്തിന് നിങ്ങൾ രണ്ടാളും തുടങ്ങും തല്ല്. എന്താപ്പണ്ടായേ? ആ പാറ ഞാൻ ഇറങ്ങി കിടന്നപ്പോ എന്റെ മിട്ടുപോയിലിന് എടുത്തോണ്ടായി. അതിനെന്താ, കുറച്ചേരം ഓൺ കളിച്ചോട്ടെ. ഓളോട് ഞാൻ നേരത്തെ ഓളെ പാണ്ടക്കുട്ടിനൊന്ന് തരാന്ന് വെച്ചപ്പോൾ തന്നില്ല. നീ ഞാൻ ഓൾക്ക് ഇന്ത്യവും കൊടുക്കൂല. അയ്യാലേ തീരുമാനിച്ചു, ഞാനോ തീരുമാനിച്ചോട്ടോ. അമ്മേ, ഞാൻ അവളോട് ചോദിച്ചു നോക്കട്ടെ. ഇവിടേക്ക് വരാൻ പറയാം അവളോട്. പാറു, എടി പാറു, എന്താമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താമ്മേ? നീ ശിവയുടെ മിട്ടുപോയിലിന് എടുത്തുക്കണോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പാറു, എന്റെ കയ്യിൽ കത്തിയാട്ടോ, സത്യം പറഞ്ഞോ? അത് പിന്നെ എടുത്തുക്കണമെങ്കിൽ എടുത്തുക്കണോന്ന് പറ. എന്നിട്ട് അവിടെ അത് റൂമിലുണ്ടാ? എന്നാലേ അത് കൊടുന്നിട്ട് ശിവക്ക് കൊടുക്കട്ടോ. നീ ആരോട് വെച്ചിട്ട് അടി എടുത്തിക്കണ? എന്നോട് നേരത്തെ പാണ്ടി എടുത്തപ്പോ ചെന്തൊക്കെയാണ് പറഞ്ഞു? ശിവ ഈ ഉണ്ടണ്ടാ ഞാൻ പറഞ്ഞോണ്ട് കേട്ടോ. പാറു, നീ മിട്ടുപോയിലിന് അവൾക്ക് കൊടുന്നിടത്തെ. നിങ്ങൾക്ക് രണ്ടാക്കും വേറെ വേറെ അമ്മ മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടാളും തല്ലുകൂട്ടാതെ കളിക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ഇല്ലാണ്ട് കളിച്ചാൽ മതി കേട്ടോ. ശരിയമ്മേ, ഇപ്പൊ തന്നെ കൊടുന്നേരാൻ പറയാമേ. അപ്പൊ തന്നെ കൊടുന്നെടുക്കോളത്. എന്നോള് കൊടുന്നിരുന്നോളൂ കേട്ടോ. ഞാനേ പോയിട്ട് പച്ചക്കറി എറിയട്ടെ. വേണ്ട അമ്മ പോകണ്ട, ചിലപ്പോൾ കൊടുന്നില്ലെങ്കിലോ? ശിവ, നീ അധികം കഴിച്ചെന്ന് ഉച്ചക്ക് കൂട്ടുണ്ടാവില്ല കേട്ടോ. കൂട്ടല്ലെങ്കിലും വേണ്ടില്ല, കൊടുന്ന് അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ വൈക്കോട്ടെ മോളെ. ശിവ, ഇനി തല്ലുകൂടണ്ട. പന്റെ എനിക്ക് കിട്ടിയില്ല. ഇനി എന്താ പ്രശ്നം? എന്നാ നീ അതുകൊണ്ട് ഇവിടെ ഇരുന്നോ. പാറു, നീ പോരാൻ വേണ്ടി അപ്പൊ. എന്തിനാ പാറു നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്നാ പാറുമോൾക്ക് ഞാൻ ഒരു സാധനം തരാട്ടോ. ശിവക്ക് കൊടുക്കണ്ടട്ടോ. ഇത് നോക്കാം അമ്മന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന്.
അമ്മ ഇന്നലെ സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോയില്ലേ, അപ്പൊ അവിടെ കണ്ടപ്പോ നമുക്ക് പുതിയായിട്ട് മേടിച്ചാ. ഇന്ന ഒന്നെടുത്തോ. ശിവ വരുമ്പത്തിന് കഴിക്കുക. എന്താ അമ്മ ഇത്? എനിക്ക് തരാതെ അവൾക്ക് കൊടുക്കുക ഫുള്ള്? അത് പിന്നെ നിനക്ക് തരാൻ വരികയായിരുന്നു. അല്ല അമ്മ, എനിക്ക് തരാതെ അവൾക്ക് മാത്രം കൊടുക്കുക. അവളെ മാത്രം വിളിച്ചോണ്ടിട്ട് അവൾക്ക് കൊടുക്കല്ലമ്മ. അല്ല മോളെ, നിനക്ക് തരാൻ വരികയായിരുന്നു. എനിക്കൊക്കെ മനസ്സിലായി. അല്ലെങ്കിൽ എന്നെക്കാൾ കൂടുതൽ അമ്മക്ക് ഇഷ്ടം പാറുവിനല്ലേ? എന്നാ ഈ വിചാരിക്കണ പോലെ തന്നെ പാറുവിനെ. എന്നിട്ട് അമ്മ അല്ലാന്നല്ലേ പറയണേ, പറയുന്നത്. അതല്ലേ എനിക്കല്ല. ഇന്നല്ലെങ്കിൽ നിങ്ങൾ പ്രസവിച്ചാന്നല്ലേ ഏതെങ്കിലും കാട്ടിൽ നിർത്തുന്നാലേ, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മമാര് മക്കളോട് ഇങ്ങനെ ചെയ്യാം. ആടി ചെയ്യൂല. നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടണേന് വളം വെച്ചെന്നോണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആയത്. ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ഇവിടുന്ന് എപ്പോ പോയിരുന്നു. ഞാൻ എനിക്ക് തരാൻ വരികയായിരുന്നു മലയാളത്തിൽ പറഞ്ഞില്ലേ, പിന്നെ എന്തിനും ഇങ്ങോട്ട് ഇങ്ങനെ വർത്താനം പറയുന്നത്? എന്നാ നിനക്കാണെങ്കിൽ ഒന്നെടുത്തോ. വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ തിന്നണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കും. എന്താ അമ്മ ഇത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോ അമ്മ എന്നോട് തിന്നണ്ടെന്നല്ലേ പറഞ്ഞു. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യണം? അപ്പൊ ശരി തന്നെയല്ലേ, ഞാൻ അമ്മന്റെ മോളല്ലേ? അല്ലടി, ഞാൻ അനാഥാലയത്തിനടുത്തുള്ള അമ്മ പറയണ ശരിയാണ്. എന്നെ ഞാൻ അങ്ങോട്ട് ആക്കിത്താ, ഞാൻ ഇവിടെ നിൽക്കണില്ല. പെണ്ണ ഇനിന്റെ അടുത്ത് നരമ്പട്ടം കിട്ടൂട്ടോ നിനക്ക്. നീ കൊറേ നേരം കൊഴിയണം. അവളോട് ഒരു കാര്യം പറഞ്ഞവള് തന്റെ മോളിക്കാണ് കയറും. പിന്നെ എന്താ പറയാ? പിന്നെ നേരത്തിൽ വർത്താനം പറയണേക്കാട്ടിൽ നല്ലതല്ല ഇങ്ങനെ പറയണത്. എനിക്ക് വേണ്ട മോളെ. ശിവ എന്താ മോളെ? അമ്മ വെറുതെ പറഞ്ഞല്ലേ, മോൾക്ക് വേണമെങ്കിൽ ഇതൊന്നും എടുത്തേ. എനിക്ക് വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊന്നല്ല, അമ്മ പ്രസവിച്ചു തന്നെ കേട്ടോ. നിങ്ങൾ രണ്ടുപേരും അമ്മന്റെ മക്കൾ തന്നെയാണ് കേട്ടോ. അമ്മക്ക് പാറ് വേറെ ശിവ വേറെ അങ്ങനെയൊന്നുമില്ല, രണ്ടാളും ഒരേപോലെ തന്നെ. ശരിക്കും? ശരിക്കും അമ്മ പറഞ്ഞില്ലേ? എന്നാ എനിക്ക് രണ്ടെണ്ണം തരാ. തരാം. എന്റെ വയറ് നിറയോളം ഇതൊന്നും എടുത്തുന്നോ, അല്ലേ പിന്നെ അതിനെ കരച്ച്. താങ്ക്സ് അമ്മേ. നീ ഒന്നും കൂടി എടുത്തോളുണ്ടോ? ഫ്രിഡ്ജിൽ അമ്മ വെക്കണ്ട കേട്ടോ.